ഹായ് ഹലോ എവരിവൺ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു അടിപൊളി മാങ്ങപ്പുളിശ്ശേരിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മാങ്ങപ്പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങകളൊക്കെ തോല് പൊളിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വോയിസിനൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ടാവും, കാരണം ഞാൻ പല തറവാട്ടിലാട്ടോ. അപ്പോൾ കുറേ ആൾക്കാരുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. കസിൻസ് മൊത്തം ഉണ്ട് ഗൈസ്, അതാണ്. അങ്ങനെ നമ്മൾ തോല് പൊളിച്ച മാങ്ങയിലേക്ക് നമ്മൾ പച്ചമുളക് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തീയൊക്കെ കത്തിച്ച് നല്ല വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരിച്ചെടുക്കാം കേട്ടോ. അതിനൊക്കെ വേണ്ടി നമുക്ക് 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. സോറി ഗൈസ് കറക്റ്റ് എണ്ണ ഓർത്ത് വെച്ചിട്ടോ. 3 ചെറിയുള്ളിയും അതേപോലെ 2 വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകം കേട്ടോ. ചെറിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം തൈരും ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. കുറേ സമയം അരിച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മളെ മാങ്ങാ പുളിശ്ശേരിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച മിക്സില്ലേ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വറവിടുന്ന പരിപാടിയാട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ അതിലൊരു മാങ്ങ എടുത്ത് കാണിച്ചു തരാം ഗൈസ്. എന്ത് ഡ്രസ്സാണ് ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അച്ഛനാണ് സ്റ്റൗ കത്തിക്കാൻ പോകുന്നത്, ആദ്യമായിട്ടാണ് കത്തിക്കുന്നത് ഗൈസ്. അതിൻ്റെ കുറച്ച് അബദ്ധങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓനാണ് പേടിയാണ്, എന്നാലായിട്ട് കത്തിക്കുകയും വേണം. എന്ത് ചെയ്യാനല്ലേ, ചെറുക്കൻ്റെ ഒരു ആഗ്രഹമല്ലേ, സഹായിച്ചു കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. എന്താല്ലേ, അപ്പോൾ ഈ ഒരു കടുക് പൊട്ടട്ടെ കേട്ടോ. പൊട്ടിയതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാം, കാരണം പൊട്ടുന്നത് എനിക്ക് പേടിയാണ്. എനിക്ക് മാറി നിന്നപ്പോൾ ഒന്ന് മിസ്സായിപ്പോയി ഗൈസ്. ഫസ്റ്റ് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വയറ്റി ആ ചൂടോടെ തന്നെ കൊണ്ടുപോയിട്ട് ആ തിളയ്ക്കുന്ന എണ്ണ എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മൾ ആ മാങ്ങ പുളിശ്ശേരിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഗൈസ്. സെറ്റ് കേട്ടോ. ഇത് ഇളക്കണ്ട, ആ കാണാനുള്ള രസം അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ ഇളക്കാതെ അങ്ങ് വെച്ചിട്ടോ. ഫസ്റ്റ് ഇളക്കാമെന്ന് തന്നെ വിചാരിച്ച്, അങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് വീണ്ടും ഇളക്കണ്ടെന്ന്. അതിനവിടെ വെച്ച് ഗൈസ് കുളിച്ചൊക്കെ സുന്ദരിയായതിനു ശേഷം നമ്മൾ ചോറങ്ങ് വിളമ്പി പുളിശ്ശേരി ഒഴിച്ച് കുറച്ച് ചിക്കൻ വറുത്തത് കൊടുത്ത് വെച്ച് 2 കക്കിരി, അതായത് സലാഡെന്നും പറയാം, അതും അങ്ങ് എടുത്ത് വെച്ചിട്ട് കുറച്ച് അച്ചാറും ഇട്ട് കൊടുത്തിട്ട് ഒരു പിടി അങ്ങ് പിടിച്ച് ഗൈസ്. സത്യം പറഞ്ഞാൽ ചോറെന്നാലും മാങ്ങ പുളിശ്ശേരി മാത്രം മതി കേട്ടോ. എന്നാലും ഒരു രസത്തിന് ഭംഗിക്ക് എല്ലാം കൂടി വെച്ച്. സത്യം പറഞ്ഞാൽ ഈ ഒരു വോയിസ് ഓവർ മൊത്തം കൊടുക്കേണ്ട സുന്ദരി കേട്ടോ. പിന്നെ അവൾക്കൊരു പേടി, അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്നും ഞാനല്ലേ കഴിച്ച് ടേസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സുന്ദരനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂറൊക്കെ കഷ്ടപ്പെട്ട് എന്നിട്ട് വീഡിയോ എടുക്കാൻ കഴിയണ്ടേ. ഓളാണ് തിന്നുന്നില്ല, തൊള്ളക്കിടുന്നില്ല, ഫുള്ള് ചിരി. അത് ലാസ്റ്റ് കിട്ടിയിട്ടോ. തൊള്ളക്കിട്ടില്ല, സമാധാനം. നല്ല രസം ഗൈസ്, അടിപൊളി, ഒന്നും പറയില്ല. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് എന്തായാലും റിസൾട്ട് പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ടാറ്റ ബൈ ബൈ, സി യു അടുത്തൊരു വീഡിയോയിൽ കാണാവേ.